ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണല്ലോ പ്രമാണം. ലോകം മുഴുവൻ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും സ്പോൺസർ ചെയ്തു ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന ഇസ്രയേലിൽ ഭരണമാറ്റത്തിനു വേണ്ടി സ്വന്തം ജനത പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഭരണമാറ്റം ഇറാനേക്കാൾ വേഗം ഇസ്രയേലിൽ നടക്കുമെന്ന സാഹചര്യമാണ് മുന്നിൽ തെളിയുന്നത്. ഇറാനിൽ റെജിമി ചേഞ്ച് വേണമെന്ന് ആവശ്യമായാണ് ഇസ്രയേലും അമേരിക്കയും യുദ്ധം തുടങ്ങിയത്. നന്നായി, തിരിച്ചു കിട്ടാൻ തുടങ്ങിയതോടെ റെജിമി ചേഞ്ചിനെ കുറിച്ച് മിണ്ടാട്ടമില്ലാതെയായിരിക്കുന്നു. ഇറാനിലെ രാജാവാകാൻ കുപ്പായം തുന്നി കാത്തിരുന്ന പെഹ്ലാവി നിരാശാ കാമുകനായി. ഇറാനിൽ സൈനിക നടപടിയിലൂടെ ഭരണമാറ്റം നടക്കില്ല എന്ന് അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യവും ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നതോടെ സ്ഥിരമായി ബങ്കറുകളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ ഇസ്രയേലിൽ ആളുകളെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നു. യുദ്ധം വരുമ്പോഴും കോവിഡിനെ തുടർന്ന് ലോക്ക്ഡൗൺ വരുമ്പോഴും ആദ്യത്തെ കുറച്ച് ദിവസം ആ മാറ്റം ആളുകൾ ആഘോഷിക്കും. ലോക്ക്ഡൗൺ കാലത്ത് അവധി കിട്ടിയതിൻ്റെ ആഘോഷവും കുക്കിങ്ങും ബക്കറ്റ് ചിക്കനും എല്ലാം കൂടി അടിപൊളിയായിരുന്നു. അത് കുറച്ചു കാലം തുടർന്നപ്പോഴാണ് ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങിയത്. അതിൻ്റെ മാനസിക ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ആളുകൾ മുക്തരായിട്ടില്ല. കോവിഡിന് ശേഷം ആളുകളുടെ ഭക്ഷണപ്രിയവും യാത്ര പോകലും കൂടിയിട്ടുണ്ട്. അതുപോലെ ബങ്കറുകളിലെ ആദ്യ ദിവസത്തെ ജീവിതം എല്ലാവർക്കും ഹരമായിരുന്നു. 17 ദിവസമായതോടെ ഇസ്രയേലുകാർ പ്രതികരിച്ചു തുടങ്ങി. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. അലാറവും ബങ്കറിലേക്ക് കുറവുള്ള കുട്ടികളെയും വലിച്ച് ഓടേണ്ട അവസ്ഥ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉറക്കം കിട്ടുന്നില്ല. രാവോ പകലോ ഇല്ലാതെ മിസൈലുകൾ വീണുകൊണ്ടിരിക്കുന്നു. കിടങ്ങുകൾ തകർന്ന് അഭയാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നു. ഗസയിലെ കുഞ്ഞുങ്ങൾ കരഞ്ഞപ്പോൾ സന്തോഷിച്ചവർക്ക് സ്വന്തം കുഞ്ഞുങ്ങൾ കരയുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇസ്രയേൽ വിവിധ രാജ്യങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളുടെ പാർപ്പിടങ്ങൾ തകർത്തപ്പോൾ സന്തോഷിച്ചവർ തങ്ങളുടെ വീട് ഒരിക്കലും തകരില്ലെന്നും അയൺ ഡോം ആരോ സുരക്ഷ ഉണ്ടെന്നും തെറ്റിദ്ധരിച്ചിരുന്നു. അയൺ ഡോമിന്റെ ആപ്പീസ് പൂട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ. ഇറാൻ ആക്രമണം തുടരുന്നതോടെ ഇസ്രയേലിലെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങി സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണ്. ഇറാനിൽ കലാപം സൃഷ്ടിച്ചവർ ഇപ്പോൾ സ്വന്തം നാട്ടിൽ കലാപം നേരിടാൻ പാടുപെടുന്നു. പോലീസ് തീവ്രജൂത ഗ്രൂപ്പുകളെ അടിച്ചമർത്തി കലാപം നേരിടാൻ ശ്രമിക്കുകയാണ്. ക്രൂരമായി ജൂത നേതാക്കളെ കഴിഞ്ഞ ദിവസം പോലീസ് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് സഹായം ചെയ്ത മൊസാദിന് ഇസ്രയേലിലെ യഥാർത്ഥ കലാപത്തെ നേരിടാൻ കഴിയുന്നില്ല. ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും തോന്നിത്തുടങ്ങിയെങ്കിലും മധ്യസ്ഥ ചർച്ചയ്ക്ക് പോലും മറ്റു രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. ഗസയുടെ വിഷയത്തിൽ 4 രാജ്യങ്ങൾ മധ്യസ്ഥരായി നിന്നിരുന്നു. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പണി കിട്ടിയതോടെ അവരും അമേരിക്കയെ കൈവിട്ട മട്ടാണ്. ഇറാന് മുമ്പ് ഭരണമാറ്റം മിക്കവാറും ഇസ്രയേലിൽ നടക്കുമെന്ന് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതോടെ ഇസ്രയേലിലെ ആളുകളുടെ മാനസിക നില കൂടുതൽ തെറ്റുന്ന ലക്ഷണമാണ് തെളിയുന്നത്. ഒരു സുരക്ഷയും ഇല്ലാത്ത ഒരു പ്രദേശമായി മാറുകയാണ് ഇസ്രയേൽ. അവരുടെ സർക്കാരുകൾ മറ്റു രാജ്യങ്ങളിൽ വിതച്ചത് ഇപ്പോൾ അവർ സ്വന്തം നാട്ടിൽ കൊയ്യുകയാണ്.